ولله الأسماء الحسنى فادعوه بها وذروا الذين يلحدون في أسمائه سيجزون ما كانوا يعملون. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين وصلى الله وسلم على خير خلقه محمد وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد. ഏറെ ബഹുമാനമുള്ള ആദരവുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പഠിതാക്കളെ, വളരെ ബൃഹത്തായ വിജ്ഞാനമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അവന്റെ അസ്മാഉകളിലൂടെ, അവന്റെ സിഫാത്തുകളിലൂടെ മനസ്സിലാക്കുക, ആ ഒരു മഹത്തായ ലക്ഷ്യത്തിനു വേണ്ടിയുള്ള സദസ്സാണ് അൽഹംദുലില്ലാ നമ്മുടെ ഈ ഒരു വിജ്ഞാനത്തിന്റെ സദസ്സ്. നമ്മെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും നമ്മെ പോറ്റി വളർത്തുകയും ചെയ്യുന്ന പരമകാരുണ്യകനും കരുണാവാരിധിയുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്വം മനസ്സിലാക്കുന്നതിനേക്കാൾ വലിയ വിജ്ഞാനങ്ങൾ മറ്റൊന്നുമില്ല. അതുകൊണ്ടാണ് ഈ വിഷയം തെരഞ്ഞെടുത്തുകൊണ്ട് നാം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാ, റഹ്മാനായ റബ്ബിന്റെ തൗഫീഖോടുകൂടി ധാരാളം നാമങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഉന്നതമായ നാമങ്ങളും വിശേഷണങ്ങളും കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം മനസ്സിലാക്കി. ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹദീദിലെ 3-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ള 4 നാമങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കുവാനാണ് നാം ഉദ്ദേശിക്കുന്നത്. ആ വചനത്തിലുള്ള 4 നാമങ്ങൾ ഏതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ശേഷം മറ്റു ഇസ്മുകളിലേക്ക് നമുക്ക് പോകാവുന്നതാണ്. സൂറത്തുൽ ഹദീദിലെ 3-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഹുവ അവൻ, അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല, അൽ അവ്വലു വൽ ആഖിറു വല്ലാഹിറു വൽ ബാത്തിൻ വഹുവ ബികുല്ലി ഷൈഇൻ അലീം. അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ അവ്വലാണ്, അൽ ആഖിറാണ്, അല്ലാഹിറാണ്, അൽ ബാത്തിനാണ്. ഈ 4 അസ്മാഉകൾ, ഈ 4 പേരുകൾ ഇൻഷാ അല്ലാഹ് ഇതിൽ ഓരോന്നും എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഈ 4 നാമങ്ങളെ സംബന്ധിച്ച് വളരെ കൃത്യമായൊരു വിശദീകരണം നമുക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് തന്നെ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ റസൂൽ വിശദീകരിച്ച ആ വിശദീകരണത്തിലൂടെ നമുക്ക് ഈ 4 നാമങ്ങളെ മനസ്സിലാക്കാം. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ ചൊല്ലുന്ന ഒരു ദുആ, ഒരു ദിക്ർ, അത് അദ്ദേഹം നമുക്ക് മനസ്സിലാക്കി തരികയാണ്. ആ ദിക്റിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം അതിപ്രകാരമാണ്, അൻതൽ അവ്വലു, അള്ളാഹുവേ നീയാകുന്നു അൽ അവ്വൽ, അഥവാ ആദ്യമേ ഉള്ളവൻ. അൽ അവ്വൽ എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം ആദ്യമേ ഉള്ളത് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ അവ്വലാണ് എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫലൈസ ഖബ്ലക ഷൈഉൻ, നിനക്ക് മുമ്പ് വേറെയൊന്നുമില്ല. അപ്പോൾ അള്ളാഹുവിനെ മുമ്പ്, അള്ളാഹുവിനെ മുൻകടന്നുകൊണ്ട് ഒന്നും ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമേ ഉള്ളവനാണ് എന്നർത്ഥം, അവന് തുടക്കമില്ല എന്നർത്ഥം. അതുകൊണ്ടാണ് അൽ അവ്വൽ, ഫലൈസ ഖബ്ലക ഷൈഉൻ, നിനക്ക് മുമ്പ് ഒന്നുമില്ല എന്നതിനെ ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ വിശദീകരിച്ച പണ്ഡിതന്മാർ ഇപ്രകാരം പറഞ്ഞു: അല്ലാഹു തആല ഹുവൽ അവ്വലു ബിലാ ബിദായ.
അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ അവ്വലാണ് എന്ന് പറഞ്ഞാൽ, അവ്വൽ എന്ന് പറഞ്ഞാൽ ആദ്യമേ ഉള്ളത്, അൽ അവ്വൽ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബിലാ ബിദായ, അവന് തുടക്കമില്ല എന്നാണ്. കാരണം ഏതെങ്കിലും ഒന്നിന് തുടക്കമുണ്ടെങ്കിൽ അത് ആദ്യമേ ഉള്ളത് എന്ന് പറയുക സാധ്യമല്ല. അപ്പോൾ ആദ്യമേ ഉണ്ടായിരുന്നു, നേരത്തെ തന്നെ ഉണ്ടായിരുന്നു, അതിനു മുമ്പ് വേറെ ഒന്നുമില്ല എന്ന് പറയുമ്പോൾ അപ്പോൾ അർത്ഥമാക്കുന്നത് ബിലാ ബിദായ, അവന് തുടക്കമില്ല. ഫലം യകുൻ ഷൈഉൻ ഖബ്ലഹു വലാ മഅഹു, അവന് മുമ്പോ അവന്റെ കൂടെയോ വേറെയൊന്നും ഉണ്ടായിട്ടില്ല. ഇബ്തദഅത് മിൻഹു ജമീഉൽ ബരിയ, സകല സൃഷ്ടികളും അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നു. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് അവയെ സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പോൾ സൃഷ്ടികൾക്കാണ് തുടക്കമുള്ളത്. അല്ലാഹു ആകട്ടെ അൽ അവ്വലാണ്, സൃഷ്ടികളെക്കുറിച്ചൊന്നും അങ്ങനെ പറയാൻ കഴിയില്ല. അപ്പോൾ അല്ലാഹുവിന് തുടക്കമില്ല എന്നർത്ഥം. തുടങ്ങുക അതേപോലെ തന്നെ ഒടുങ്ങുക എന്നതൊക്കെ സൃഷ്ടികളുടെ സ്വഭാവമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അത് ഇല്ല. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പഠിപ്പിക്കുന്നത്. അല്ലാഹുമ്മ അൻതൽ അവ്വലു, അല്ലാഹുവേ നീയാകുന്നു അൽ അവ്വൽ, ആദ്യമേ ഉള്ളവൻ. ഫലൈസ ഖബ്ലക ഷൈഉൻ, നിനക്ക് മുമ്പ് ഒന്നുമില്ല. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ അൻതൽ ആഖിറു, നീയാകുന്നു അൽ ആഖിർ. എന്താണ് അൽ ആഖിർ എന്ന് പറഞ്ഞാൽ? അൽ അവ്വൽ എന്നതിന്റെ നേരെ ഓപ്പോസിറ്റാണ് അൽ ആഖിർ. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹുവൽ ആഖിർ, അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ ആഖിർ ആകുന്നു. അതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു ഫലൈസ ബഅദക ഷൈഉൻ, നിനക്ക് ശേഷവും ഒന്നുമില്ല, നിനക്ക് ശേഷവും ഒന്നുമില്ല. എന്താണ് അള്ളാഹുവിന് ശേഷം ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ? ഉലമാക്കൾ വീണ്ടും നമുക്ക് മനസ്സിലാക്കി തന്നു. അഥവാ ബിലാ നിഹായ, ഒരിക്കലും അള്ളാഹുവിന് അവസാനമില്ല എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുല്ലുൽ ഖൽഖ് ഇന്തിഹാഉഹാ ഇലല്ലാഹ്, സകല സൃഷ്ടികളുടെയും പര്യവസാനം അള്ളാഹുവിലേക്കാകുന്നു എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനാണ് സൃഷ്ടിച്ചതെങ്കിൽ എല്ലാറ്റിനെയും നശിപ്പിക്കുവാനും കഴിവുള്ളവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. എല്ലാറ്റിന്റെയും നിയന്ത്രണം അല്ലാഹുവിലേക്കാണ് മടക്കപ്പെടുന്നത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അവസാനമില്ല. ഏതുപോലെ ഫതവക്കല അലൽ ഹയ്യിൽ ലദീ ലാ യമൂത്ത്, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാകുന്നു അല്ലാഹു. ലാ യമൂത്ത്, അവന് മരണമില്ല, അഥവാ അവന് അവസാനമില്ല. കുല്ലു ഷൈഇൻ ഹാലികുൻ ഇല്ലാ വജ്ഹ, എല്ലാം നശിച്ചു പോകും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒഴികെ. അപ്പോൾ അല്ലാഹുവിന് അവസാനമില്ല എന്നർത്ഥം. അപ്പോൾ അല്ലാഹുവിന് തുടക്കവുമില്ല ഒടുക്കവുമില്ല. അള്ളാഹുവിനേക്കാൾ മുമ്പായി ഒന്നും തന്നെയില്ല, അള്ളാഹുവിന് ശേഷവും ഒന്നുമില്ല. അതിന്റെ അർത്ഥം അല്ലാഹു സുബ്ഹാനഹു വ തആല നശിക്കുമെന്നാണോ? അല്ല. വളരെ കൃത്യമായി ഖുർആൻ പഠിപ്പിച്ചു, അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, അവന് മരണമില്ല, മറ്റ് എല്ലാം നശിച്ചാലും അള്ളാഹു നശിക്കുകയില്ല. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് തുടക്കവുമില്ല ഒടുക്കവുമില്ല. സൃഷ്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതൊരു പക്ഷേ എങ്ങനെയാണ് തുടങ്ങാതിരിക്കുക? അത് സൃഷ്ടികൾ അവർ തുടങ്ങിയവരായതുകൊണ്ട് അവർക്ക് തോന്നുന്ന ഒരു തോന്നൽ മാത്രമാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അസ്മാകളും സിഫാത്തുകളും നമുക്ക് മനസ്സിലാക്കി തരുമ്പോൾ അതിനെ അങ്ങനെ തന്നെ ഉൾക്കൊള്ളുക. നമ്മുടെ പരിമിതമായ ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ അതിനെ നമ്മൾ കണക്കാക്കാൻ ശ്രമിക്കരുത്. അങ്ങനെ കണക്കാക്കാൻ ശ്രമിക്കുമ്പോഴാണ് അവർക്ക് അവ്യക്തത ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന് ഒരു തുടക്കമില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരു ഒടുക്കവുമില്ല. അതാണ് അൻതൽ അവ്വൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അൽ അവ്വൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് മുമ്പ് ഒന്നുമില്ല, അഥവാ അള്ളാഹുവിന് തുടക്കമില്ല. അതേപോലെ തന്നെ അൽ ആഖിർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ശേഷമൊന്നുമില്ല, അഥവാ അള്ളാഹുവിന് അന്ത്യമില്ല, അവസാനമില്ല. അടുത്ത നാമം അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു വ അൻതല്ലാഹിർ, നീയാകുന്നു അല്ലാഹിറായിട്ടുള്ളവൻ. ലാഹിർ എന്ന് പറഞ്ഞാൽ ലഹറ എന്ന വാക്കിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ലാഹിർ എന്ന് പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും വിജയിച്ചു നിൽക്കുക എന്നാണ് ആ വാക്കിന്റെ ശരിക്കുള്ള അർത്ഥം. അതുകൊണ്ട് തന്നെ യദുല്ലു അലൽ ളുഹൂർ, പ്രകടമായി നിൽക്കുന്ന അവസ്ഥയെ, വിജയിച്ചു നിൽക്കുന്ന അവസ്ഥയെ, എല്ലാറ്റിനെയും തോൽപ്പിച്ചു നിൽക്കുന്ന അവസ്ഥയെ അത് സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹിർ ആണെന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ വിശദീകരിച്ചു തരുന്നു, ഫലൈസ ഫൗഖക ഷൈഉൻ, നിന്റെ മേലെയായി ഒന്നുമില്ല.
അള്ളാഹുവിൻ്റെ മേലെയായി, അത് മക്കാന് കൊണ്ടാകട്ടെ, സ്ഥലം കൊണ്ടാകട്ടെ, അതേപോലെ തന്നെ സ്ഥാനം കൊണ്ടാകട്ടെ, കഴിവുകൊണ്ടോ മറ്റു സിഫാത്തുകളുടെ അടിസ്ഥാനത്തിലോ ആകട്ടെ, അള്ളാഹുവിൻ്റെ മേലെയായി ഒന്നുമില്ല. സൃഷ്ടികളെ മുഴുവൻ അതിജയിച്ചുകൊണ്ട് നിൽക്കുന്നവനാകുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹിറാണ് എന്ന് പറഞ്ഞാൽ അത് ഉദ്ദേശിക്കുന്നത് അൽ ഉലുവുൽ മുത്ലഖ്, എല്ലാ അർത്ഥത്തിലുമുള്ള ഔന്നിത്യം. നമുക്കറിയാം അല്ലാഹു സൃഷ്ടികളുടെ മേൽ എല്ലാ നിലക്കും അധികാരമുള്ളവനാണ്. അതോടൊപ്പം 7 ആകാശങ്ങൾക്കും മേലെ അർശിലാണ്. അവന്റെ മേലെയായി ഒന്നുമില്ല. സൃഷ്ടികൾക്ക് മേലെയായി നിലകൊള്ളുന്നവനാകുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. അതേപോലെ തന്നെ വൽ ഗലബത്തു വൽ ഖഹർ, അതേസമയം അല്ലാഹു സൃഷ്ടികളെ മുഴുവൻ അതിജയിച്ച് നിൽക്കുന്നു. അല്ലാഹുവിനെ തോൽപ്പിക്കാൻ ഒരു സൃഷ്ടിക്കും സാധ്യമല്ല. അല്ലാഹു ഒരാളാലും തോൽപ്പിക്കപ്പെടുകയുമില്ല. ഇങ്ങനെ എല്ലാറ്റിനെയും അതിജയിച്ച് നിലകൊള്ളുന്നവനും എല്ലാറ്റിന്റെയും ഉടമസ്ഥനും സൃഷ്ടാവുമായിട്ടുള്ളവൻ, അവന് മേലെയായി ഒന്നുമില്ല. അതാകുന്നു അല്ലാഹിർ എന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇസ്മ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് പ്രവാചകൻ പറഞ്ഞത്, വ അൻതല്ലാഹിറു, നീയാകുന്നു അല്ലാഹിർ, ഫലൈസ ഫൗഖക ശൈഉൻ, നിന്റെ മേലെയായി വേറെ ആരുമില്ല. അടുത്ത നാമം വ അൻതൽ ബാത്തിനു, നീയാകുന്നു അൽ ബാത്തിനായിട്ടുള്ളവൻ. ബത്ന് അതല്ലെങ്കിൽ ബുത്തൂൻ എന്ന് പറഞ്ഞാൽ ആന്തരികമായി നിൽക്കുക, ഉള്ളിലായി നിലകൊള്ളുക, താഴെയായി നിലകൊള്ളുക, അടുത്ത് നിലകൊള്ളുക എന്നൊക്കെയാണ് ആ വാക്കിന്റെ അർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ ബാത്തിനാണ് എന്ന് പറഞ്ഞാൽ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ വിശദീകരിക്കുന്നു, ഫലൈസ ദൂനക ശൈഉൻ, നിന്നേക്കാൾ അടുത്തായി ഒന്നും നിലകൊള്ളുന്നില്ല. അഥവാ സൃഷ്ടികളോട് അള്ളാഹുവിനേക്കാൾ അടുത്തായി ഒന്നും തന്നെയില്ല എന്നർത്ഥം. അതുകൊണ്ടാണ് അൽ ബാത്തിൻ എന്ന് പറഞ്ഞപ്പോൾ ഉലമാക്കൾ വിശദീകരിച്ചത് അത് ഖിലാഫുൽ ലാഹിർ, ലാഹിറിന്റെ ഓപ്പോസിറ്റാണ്. അള്ളാഹു എല്ലാറ്റിനെയും അതിജയിച്ചു നിൽക്കുന്നു, പ്രകടമായി നിൽക്കുന്നു, പ്രത്യക്ഷമായി നിൽക്കുന്നു. എന്നാൽ ബാത്തിൻ എന്ന് പറഞ്ഞാലോ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയെല്ലാം അതിജയിച്ച് നിൽക്കുന്നവനാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല മേലെയായി നിലകൊള്ളുന്നവനാണെങ്കിലും സൃഷ്ടികളോട് അവന്റെ അറിവ് കൊണ്ടും അവന്റെ കേൾവി കൊണ്ടും അവന്റെ കാഴ്ച കൊണ്ടും അവന്റെ കാരുണ്യം കൊണ്ടും സൃഷ്ടികളോട് അങ്ങേയറ്റം അടുത്തു നിൽക്കുന്നവനാകുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. അതോടൊപ്പം തന്നെ അതിന് മറ്റൊരർത്ഥം കൂടിയുണ്ട്, യദുല്ലു അലൽ ഖഫാഇ വൽ ഇഹ്തിജാബി വൽ ബുത്തൂൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളിൽ നിന്ന് മറഞ്ഞു നിൽക്കുന്നവനാകുന്നു. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ, ഖാല ലൻ തറാനി, നിനക്ക് എന്നെ കാണാൻ കഴിയില്ല. എവിടെ വെച്ച്? ഈ ഭൂമിയിൽ വെച്ച്. അതേപോലെ തന്നെ ഖിയാമത്ത് നാളിൽ മഹ്ശറിൽ വെച്ച്, സ്വർഗലോകത്ത് വെച്ച് അള്ളാഹുവിനെ കാണാൻ സാധിക്കും. എന്നാലും അള്ളാഹുവിനെ പൂർണ്ണമായും ഉൾക്കൊള്ളാൻ സൃഷ്ടികൾക്ക് സാധ്യമല്ല. വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാ, അള്ളാഹുവിന്റെ ഇൽമിൽ നിന്ന് പോലും സൃഷ്ടികൾക്ക് അള്ളാഹു ഉദ്ദേശിച്ചതല്ലാതെ മനസ്സിലാക്കാൻ കഴിയില്ല. അതിനാണ് ഇദ്റാഖ് എന്ന് പറയുന്നത്. ഒരസ്തിത്വത്തെ പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയൽ, ഉൾക്കൊള്ളാൻ കഴിയൽ. അത് ഒരു കാലത്തും സൃഷ്ടികൾക്ക് സാധ്യമല്ല. അതിനെക്കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അൻആമിൽ പറഞ്ഞത്, ലാ തുദ്രികുഹുൽ അബ്സാർ, കണ്ണുകൾക്ക് അവനെ ഇദ്റാഖ് ചെയ്യാൻ കഴിയില്ല, അഥവാ പൂർണ്ണമായും ഉൾക്കൊള്ളാൻ കഴിയില്ല. വഹുവ യുദ്രികുൽ അബ്സാർ, എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളെയും അവരുടെ ദൃഷ്ടികളെയും ചൂഴ്ന്ന് അറിയുന്നവനും ഉൾക്കൊള്ളുന്നവനുമാകുന്നു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ വെച്ച് സൃഷ്ടികളിൽ നിന്നും മറഞ്ഞു നിൽക്കുന്നവനാകുന്നു. പരലോകത്ത് സത്യനിഷേധികളായ ആളുകളിൽ നിന്നും മറഞ്ഞു നിൽക്കുന്നവനാകുന്നു. എന്നാൽ വിശ്വാസികളായ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കാണാൻ സാധിക്കും, പക്ഷേ പരിപൂർണമായും ഇദ്റാഖ് ചെയ്യാൻ, ഉൾക്കൊള്ളാൻ കഴിയില്ല. ഇപ്രകാരം സൃഷ്ടികളിൽ നിന്ന് മാറി നിൽക്കുന്നവനും മറഞ്ഞു നിൽക്കുന്നവനും എന്ന അർത്ഥത്തിലും അൽ ബാത്തിൻ എന്ന വാക്ക് ഉപയോഗിക്കപ്പെടുന്നു. അതോടൊപ്പം സൃഷ്ടികളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവൻ, അതും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്. നമുക്ക് കാണാൻ സാധിക്കും, പരിശുദ്ധ ഖുർആനിൽ കാണാം, വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, മനുഷ്യന്റെ ജീവനാഡിയേക്കാൾ അവനോട് നാം അടുത്തു നിൽക്കുന്നു. നമ്മളെക്കാൾ നമ്മളോട് അടുത്ത് നിൽക്കുന്നത് നമ്മുടെ റഹ്മാനായ റബ്ബാണ്. അഥവാ അള്ളാഹു നമ്മുടെ അടുത്ത് വന്ന് നിൽക്കുന്നു എന്ന അർത്ഥത്തിലല്ല. അവൻ 7 ആകാശങ്ങൾക്ക് മേലെ അർശിലാണ്. എന്നാൽ അള്ളാഹു എല്ലാം കാണുന്നു, എല്ലാം കേൾക്കുന്നു, എല്ലാം അറിയുന്നു. അവന്റെ കാരുണ്യം നമ്മുടെ അടുക്കലാണ്. എല്ലാ അർത്ഥത്തിലും അവന്റെ സംരക്ഷണവും സൃഷ്ടികളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നു. ഈ പ്രപഞ്ചത്തിലുള്ള മറ്റെല്ലാവരും നമ്മളോട് കാണിക്കുന്നതിനേക്കാൾ
സ്നേഹവും കാരുണ്യവും ശ്രദ്ധയും കാണിക്കുന്നവനാകുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. അതോടൊപ്പം തന്നെ ഏറ്റവും സൂക്ഷ്മമായ കാര്യങ്ങൾ വരെ കൃത്യമായി അറിയുന്നവൻ എന്ന അർത്ഥവും അതിനുണ്ട്. ബാത്തിനായി നിൽക്കുന്ന, ഗോപ്യമായി നിൽക്കുന്ന എല്ലാം അല്ലാഹു അറിയുന്നു. ഹൃദയങ്ങൾക്കുള്ളിലുള്ളത് അല്ലാഹു അറിയുന്നു. ഹൃദയങ്ങൾ മന്ത്രിക്കുന്നത്, തോന്നലുകൾ അല്ലാഹു അറിയുന്നു. അല്ലാഹു അറിയാത്ത ഒന്നും ഇല്ല എന്നർത്ഥം. ദൃശ്യവും അദൃശ്യവുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നവനാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ലാഹിറായിരിക്കെ, അഥവാ സൃഷ്ടികളുടെ മേലെയെല്ലാം അധീശത്വമുള്ളവനായി ഈ പ്രപഞ്ചത്തിനും മേലെയായി അർശിൻ ആയിരിക്കെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളോട് അങ്ങേ അറ്റം അടുത്ത് നിൽക്കുന്നു. ഇതാണ് ഈ രണ്ട് ഇസ്മുകൾ കൊണ്ടുള്ള ഉദ്ദേശം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ബാത്തിനാണ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ടുള്ള ഉദ്ദേശം വലൈസ ഫലൈസ ദൂനക ഷൈഉൻ, നിന്നേക്കാൾ അടുത്തായിക്കൊണ്ട് ഒന്നും നിലകൊള്ളുന്നില്ല. അപ്പോൾ ഈ ബൃഹത്തായ 4 നാമങ്ങൾ, ആ 4 നാമങ്ങൾ എന്താണ് എന്ന് നമുക്ക് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കി തന്നു. അൻതൽ അവ്വലു, അല്ലാഹു അൽ അവ്വലാണെന്ന് പറഞ്ഞാൽ ഫലൈസ ഖബ്ലക ഷൈഉൻ, നിനക്ക് മുമ്പ് ഒന്നുമില്ല അഥവാ നിനക്ക് തുടക്കമില്ല. വ അൻതൽ ആഖിറു, നീയാകുന്നു അൽ ആഖിർ അഥവാ ഫലൈസ ബഅദക ഷൈഉൻ, നിനക്ക് ശേഷമൊന്നുമില്ല അഥവാ നിനക്ക് അന്ത്യമില്ല. വ അൻതൽ ലാഹിറു, നീയാകുന്നു ലാഹിർ അഥവാ ഫലൈസ ഫൗഖക ഷൈഉൻ, നിന്നേക്കാൾ മേലെയായി അതിജയിച്ചുകൊണ്ട് ഒന്നും നിലകൊള്ളുന്നില്ല. വ അൻതൽ ബാത്തിനു, അല്ലാഹുവേ നീ അൽ ബാത്തിനാണ് അഥവാ ഫലൈസ ദൂനക ഷൈഉൻ, നിന്നേക്കാൾ അടുത്തായി സൃഷ്ടികളോട് നിലകൊള്ളുന്ന ആരുമില്ല. അതുകൊണ്ട് ഈ മഹത്തായ 4 നാമങ്ങൾ നാം പഠിച്ചു മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും തുടക്കവും ഒടുക്കവുമില്ലാത്തവനാകുന്നു. എല്ലാ നിലക്കുമുള്ള ആരാധനകൾക്ക് അർഹനെന്നും തുടക്കവും ഒടുക്കവുമുള്ള സൃഷ്ടികൾ ആരാധന അർഹിക്കുന്നില്ല എന്നും നമുക്ക് മനസ്സിലാക്കുകയും അവനെ മാത്രം ആരാധിക്കുകയും ചെയ്യാം. അല്ലാഹു അല്ലാഹിറാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ എല്ലാ അഹങ്കാരങ്ങളും പൊങ്ങച്ചങ്ങളും മാറ്റിവെച്ച് അല്ലാഹുവിന് കീഴൊതുങ്ങുകയും അതോടൊപ്പം തന്നെ നമുക്ക് വിജയം ലഭിക്കുവാനും അതേപോലെ എന്തെല്ലാം ഉപദ്രവങ്ങളുണ്ടോ അതിൽ നിന്നൊക്കെ രക്ഷ ലഭിക്കുവാനും വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രം പ്രാർത്ഥിക്കാം. അതേപോലെ തന്നെ അല്ലാഹു നമ്മളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവനാണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ സങ്കടങ്ങളും വിഷമങ്ങളും അല്ലാഹുവിനെ അറിയിച്ചുകൊണ്ട് നമുക്ക് തവക്കുൽ ചെയ്യാം, അതിൽ സമാധാനം കണ്ടെത്തുകയും ചെയ്യാം. ഇങ്ങനെ ഈ 4 അസ്മാഉകൾ ഒരു മുവഹിദിന്റെ ജീവിതത്തിൽ വളരെ വലിയ ഒരു അനുഗ്രഹമായി, നേട്ടമായി ഈ നാമങ്ങളെ സംബന്ധിച്ചുള്ള അറിവ് നിലകൊള്ളേണ്ടതുണ്ട്. ഈ അറിവുകൾ നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള പ്രവർത്തനവും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടതുണ്ട്. അതിനുശേഷം നമുക്ക് പഠിക്കാനുള്ള മറ്റു 2 ഇസ്മുകളാണ് അൽ ഖാബിദു, അതേപോലെ തന്നെ വൽ ബാസിത്തു. അല്ലാഹു ഖാബിദാണ്, ബാസിത്താണ്. ഖാബിദ് എന്നതിന്റെ നേരെ ഓപ്പോസിറ്റാണ് അൽ ബാസിത്ത്. ഈ നാമങ്ങൾ എവിടെയാണ് വന്നിട്ടുള്ളത്? പരിശുദ്ധ ഖുർആനിൽ നമുക്ക് ഈ നാമങ്ങളെ ഇതേ രൂപത്തിൽ കാണാൻ സാധിക്കുകയില്ല. എന്നാൽ ഈ നാമങ്ങൾ ഉൾക്കൊള്ളുന്ന സിഫാത്തുകൾ പരിശുദ്ധ ഖുർആനിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. എന്നാൽ ഈ നാമങ്ങൾ വന്നിട്ടുള്ളത് സ്വഹീഹായ ഹദീസിലാണ്. ഇമാം തിർമിദി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സുനനിൽ ഉദ്ധരിക്കുന്ന അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ശ്രദ്ധേയമായ ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്നല്ലാഹ ഹുവൽ ഖാബിദു അൽ ബാസിത്തു, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ ഖാബിദാണ്, അൽ ബാസിത്താണ്. അപ്പോൾ ഈ 2 ഇസ്മുകൾ സ്വഹീഹായ ഹദീസിലാണ് സ്ഥിരപ്പെട്ടിട്ടുള്ളത്. അൽ ഖാബിദ് എന്ന് പറഞ്ഞാൽ ഖബ്ദ് എന്ന അതല്ലെങ്കിൽ ഖബദ എന്ന വാക്കിൽ നിന്നാണ് വന്നിട്ടുള്ളത്. മുറുക്കി പിടിക്കുക, ചുരുട്ടിപ്പിടിക്കുക, അതേപോലെ തന്നെ കുടുസുള്ളതാക്കി തീർക്കുക, ഒന്നിന്റെ വിശാലതയെ കുറച്ചു കളയുക എന്നൊക്കെയാണ് ആ വാക്കിന്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ ഖാബിദാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പിടിച്ചു വെക്കുന്നവനാണ്, മുറുക്കി പിടിക്കുന്നവനാണ്, അതേപോലെ തന്നെ ഇടുസമുണ്ടാക്കുന്നവനാണ് അല്ലെങ്കിൽ കുടുസമുണ്ടാക്കുന്നവനാണ്, വിശാലതയെ കുറയ്ക്കാൻ കഴിവുള്ളവനാണ്. അതേപോലെ തന്നെ ചില ഹിക്മത്തുകളുടെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ അവന്റെ അടുക്കൽ പിടിച്ചു വെക്കുന്നവനാണ്. ഈ അർത്ഥങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ ഖാബിദാണ് എന്ന് പറയുമ്പോൾ നമുക്ക് ലഭിക്കുന്നതാണ്. അതിന്റെ നേരെ ഓപ്പോസിറ്റാണ് അൽ ബാസിത്ത്. ബസത്ത എന്ന വാക്കിൽ നിന്നാണ് അത് വന്നിട്ടുള്ളത്. വിശാലമാക്കുക എന്നർത്ഥം. വിശാലമാക്കുക, ഞെരുങ്ങിയ അവസ്ഥയിൽ നിന്ന് വിശാലത നൽകുക, പ്രയാസമുള്ള അവസ്ഥയിൽ നിന്ന് ആശ്വാസം നൽകുക,
സമാശ്വാസം നൽകുക, സമാധാനം നൽകുക എന്നൊക്കെ ആ വാക്കിന് അർത്ഥമുണ്ട്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ ബാസിത്താണ് എന്ന് പറയുമ്പോൾ അല്ലാഹു വിശാലത നൽകുന്നു, ആശ്വാസം നൽകുന്നു, ഞെരുക്കമുള്ള അവസ്ഥയിൽ നിന്ന് സമാധാനം നൽകുന്നു, ശാന്തി നൽകുന്നു. എന്നാൽ ഖാബിലാണെന്ന് പറഞ്ഞാലോ വിശാലതയുള്ള ഒരവസ്ഥയിൽ നിന്ന് ഞെരുക്കമുണ്ടാക്കുന്നു, പ്രയാസമുണ്ടാക്കുന്നു, പിടിച്ചുവെക്കുന്നു. ഇതെല്ലാം അതുകൊണ്ട് അർത്ഥമാക്കാവുന്നതാണ്. ഈ ആശയം പരിശുദ്ധ ഖുർആനിൽ നമുക്ക് ധാരാളം സ്ഥലങ്ങളിൽ കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് ഖുർആനിൽ ധാരാളം അധ്യായങ്ങളിൽ കാണാം യബ്സുത്തു റിസ്ഖ ലിമൻ യശാഉ വ യഖ്ദിർ. യബ്സുത്തു റിസ്ഖ, ഉപജീവനം അവൻ വിശാലമാക്കി കൊടുക്കുന്നു, ലിമൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക്, വ യഖ്ദിർ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ഞെരുക്കമുണ്ടാക്കുകയും ചെയ്യുന്നു. അഥവാ യഖ്ബിദ് എന്ന ആശയമാണ് അവിടെ ഉള്ളത്. നമുക്കറിയാം അല്ലാഹു സുബ്ഹാനഹു വ തആല ചിലർക്ക് ധാരാളമായി പണം നൽകുന്നു, അതിൽ വിശാലത നൽകുന്നു, സമ്പത്ത് നൽകുന്നു. വേറെ ചില ആളുകൾക്ക് അല്ലാഹു ആ സമ്പത്തിനെ പിടിച്ചു വെക്കുന്നവർക്ക് ദാരിദ്ര്യം നൽകുന്നു. അതേപോലെ തന്നെ ചിലർക്ക് സൗന്ദര്യം വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു, ചിലർക്ക് സ്ഥാനമാനങ്ങൾ വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു, ആരോഗ്യം വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു. ഇതെല്ലാം ഭൗതികമായ കാര്യങ്ങളാണ്. വേറെ ചിലർക്ക് ആരോഗ്യക്കുറവ്, സൗന്ദര്യക്കുറവ്, സ്ഥാനമാനങ്ങളിലുള്ള കുറവ്. ഇത് രണ്ടും ചെയ്യുന്നവൻ അതാണ് അൽ ഖാബിദു വൽ ബാസിത്തു. അതേപോലെ തന്നെ ഈമാൻ, ഇഖ്ലാസ്, ഇസ്ലാം, അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഹിദായത്ത് നൽകുന്നു, അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഹിദായത്ത് നൽകാതിരിക്കുന്നു. അത് അല്ലാഹുവിന്റെ ഹിക്മത്തിന്റെ അടിസ്ഥാനത്തിൽ സംഭവിക്കുന്ന കാര്യമാണ്. അതേപോലെ തന്നെ മതപരമായ ഇൽമ്, അറിവ്, ഗ്രാഹ്യത ചിലർക്ക് അവൻ വിശാലമായി നൽകുന്നു, വേറെ ചിലർക്ക് അല്ലാഹു പരിമിതമായി നൽകുന്നു. അതേപോലെ തന്നെ അവൻ ജീവനുള്ളവരെ അവരുടെ റൂഹിനെ ഖബൂൽ ചെയ്തുകൊണ്ട്, റൂഹിനെ പിടിച്ചുകൊണ്ട് അവരെ മരിപ്പിക്കുന്നു. വേറെ ചില നിർജീവ വസ്തുക്കൾക്ക് ജീവൻ നൽകിക്കൊണ്ട് അവയെ ജീവിപ്പിക്കുന്നു. ഇനി മരിച്ചവർ തന്നെ പിന്നീട് ഖിയാമത്ത് നാളിൽ മഹ്ശറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആത്മാവിനെ തിരിച്ചു നൽകിയിട്ട് അവരെ വീണ്ടും ജീവിപ്പിക്കുന്നു. ഇങ്ങനെ ഖബദും ബസ്തും, പിടിച്ചു വെക്കുക, വിശാലമായി നൽകുക, പിടിക്കുക, നൽകുക, ഞെരുക്കമുണ്ടാക്കുക, വിശാലത നൽകുക, ഇത് എല്ലാ അർത്ഥത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പ്രപഞ്ചത്തിന്റെ വിശാലത, അതേസമയത്ത് ഈ വിശാലമായ പ്രപഞ്ചത്തിൽ തന്നെ ഇടുങ്ങിയതും ഞെരുങ്ങിയതുമായ അവസ്ഥകളും സ്ഥലങ്ങളും സ്ഥാനങ്ങളും, ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുണ്ട്. ഇപ്രകാരം വിശാലത നൽകുകയും ഞെരുക്കം നൽകുകയും ചെയ്യുന്നവനാകുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നാണ് അൽ ഖാബിദു വൽ ബാസിത്തു എന്ന നാമങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ ഖിയാമത്ത് നാളിൽ നമുക്കറിയാം ഈ പ്രപഞ്ചത്തെ അല്ലാഹു വിശാലപ്പെടുത്തി. അതിനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിൽ പറയുന്നുണ്ട്, വസ്സമാഅ ബനൈനാഹാ ബിഐദിൻ വ ഇന്നാ ലമൂസിഉൻ. ആകാശലോകത്തെ നാം നമ്മുടേതായ കരങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ശക്തി കൊണ്ട് സൃഷ്ടിച്ചിരിക്കുന്നു, നാം തന്നെ അതിനെ വിശാലപ്പെടുത്തുകയും ചെയ്യുന്നു. അപ്പോൾ ഈ പ്രപഞ്ചത്തെ അല്ലാഹു വിശാലമായി സൃഷ്ടിച്ചിട്ടുണ്ട്. എന്നാൽ ഖിയാമത്ത് നാളിലോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വൽ അർദു ജമീഅൻ ഖബ്ളതുഹു യൗമൽ ഖിയാമ വസ്സമാവാതു മത്വിയാത്തുൻ ബിയമീനി. ഭൂമി മുഴുവനും ആകാശങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ രണ്ട് വലത് കൈകളിൽ ചുരുട്ടിപ്പിടിക്കപ്പെട്ടവയായിരിക്കും. അപ്പോൾ ഇത്രയും വിശാലമായി സൃഷ്ടിച്ച ആകാശങ്ങളെയും ഭൂമിയെയും അല്ലാഹു ചുരുട്ടിപ്പിടിക്കും. അപ്പോൾ അവിടെ ഖബ്ദും വന്നു, ബസ്തും വന്നു. അല്ലാഹു അൽ ഖാബിദാണ്, അൽ ബാസിത്താണ്. അതേപോലെ തന്നെ യഹൂദന്മാരായ ആളുകൾ അല്ലാഹുവിനെ സംബന്ധിച്ച് പറഞ്ഞു, വഖാലത്തിൽ യഹൂദു യദുല്ലാഹി മഗ്ലൂല, അല്ലാഹുവിന്റെ കൈ കൂട്ടിപ്പിടിക്കപ്പെട്ടതാണ്, അഥവാ അല്ലാഹു പിശുക്കനാണ് എന്ന അർത്ഥത്തിൽ അവർ പറഞ്ഞു. മഅദല്ലാഹ് സുബ്ഹാനഹു വ തആല അമ്മാ യസിഫൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഗുല്ലത് ഐദീഹിം വലുഇനു ബിമാ ഖാലു, അവരുടെ കൈകൾ പിശുക്കുള്ളതായി തീരട്ടെ, അവർ പറഞ്ഞതിന്റെ പേരിൽ അവർ ശപിക്കപ്പെടുകയും ചെയ്യട്ടെ. ബൽ യദാഹു മബ്സൂതതാൻ, എന്നാൽ അല്ലാഹുവിന്റെ കൈകൾ നീട്ടി വിശാലമാക്കപ്പെട്ടതാണ്. യുൻഫിഖു കൈഫ യശാ, അവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ അവൻ ചെലവഴിക്കുന്നു. അപ്പോൾ സൃഷ്ടികൾക്ക് വിശാലമായി നൽകുക എന്ന അർത്ഥത്തിൽ അൽ ബാസിത്ത് എന്ന ഇസ്മിനെ നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ചില ആളുകളെ ഇവിടെ തന്നെ പറഞ്ഞതുപോലെ അള്ളാഹുവിനോട് ധിക്കാരം കാണിക്കുന്ന ആളുകളെ അള്ളാഹു ശിക്ഷിക്കും. അവരെ പിശുക്കന്മാരാക്കിയേക്കാം, അവർക്ക് സമ്പത്ത് കുറവ് നൽകിയേക്കാം. ആ നിലക്ക് അള്ളാഹു ഖാബിദായും നിലകൊള്ളുന്നു. അതേപോലെ തന്നെ സൃഷ്ടികളുടെ തൗബ സ്വീകരിക്കുവാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കൈകൾ പകലിലും രാത്രിയിലും സൃഷ്ടികളുടെ നേരെ നീട്ടുന്നു എന്ന് സ്വഹീഹായ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ സൃഷ്ടികളുടെ തൗബ സ്വീകരിക്കുവാൻ വേണ്ടി തന്റെ കൈകൾ നീട്ടിവെച്ചവൻ
അതാകുന്നു അൽ ബാസിത്തായ അല്ലാഹു സുബ്ഹാനഹു വ തആല. സൃഷ്ടികളുടെ പ്രാർത്ഥന കേൾക്കുന്നു, അവർക്ക് ഉത്തരം നൽകുന്നു, അവർക്ക് വിശാലത നൽകുന്നു, അവൻ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് പലതും തടഞ്ഞു വെക്കുന്നു. ഭൂമിക്ക് വിശാലത നൽകുന്നു, ആകാശലോകങ്ങൾക്ക് വിശാലത നൽകുന്നു. എന്നാൽ പിന്നീട് അവയെ അവൻ ചുരുട്ടിപ്പിടിക്കുകയും ചെയ്യും. ഇപ്രകാരം എല്ലാത്തരം വിശാലതകളും അള്ളാഹുവിൽ നിന്നാണ്, എല്ലാത്തരം ഞെരുക്കങ്ങളും അള്ളാഹുവിൽ നിന്നാണ്. നമ്മൾ ഖദറിനെ കുറിച്ച് പറയുന്നത് പോലെ ഖദറിന്റെ ഖൈറായ അവസ്ഥകളും അതിന്റെ ഷർറായ അവസ്ഥകളും അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നാണ്. ആത്യന്തികമായി അതിലെല്ലാം ഖൈറുകളും അള്ളാഹുവിൻ്റെതായ ചില ഇൽമും ചില ഹിക്മത്തും എല്ലാമാണ് ഉള്ളത്. അപ്പോൾ അള്ളാഹുവാണ് ഖാബിദ്, അള്ളാഹുവാണ് അൽ ബാസിത്ത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നാം എന്താണ് ചെയ്യേണ്ടത്? ജീവിതത്തിലെ വിശാലത ലഭിക്കാനും ഞെരുക്കങ്ങളിൽ നിന്ന് മോചനം ലഭിക്കാനും അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ. കാരണം ഞെരുക്കം നൽകുന്നവനും അള്ളാഹുവാണ്, വിശാലത നൽകുന്നവനും അള്ളാഹുവാണ്. പ്രയാസങ്ങളെ നീക്കാൻ കഴിയുന്നവൻ അള്ളാഹുവാണ്, പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നവനും അള്ളാഹുവാണ്. അതുകൊണ്ട് തന്നെ എല്ലാ വിഷയത്തിലും അള്ളാഹുവിന്റെ മുന്നിൽ സമർപ്പിക്കുകയല്ലാതെ സൃഷ്ടികളോട് ആ വിഷയത്തിൽ പറഞ്ഞിട്ട് കാര്യമില്ല. അതോടൊപ്പം തന്നെ അള്ളാഹു അവന്റെ മഹത്തായ ഖളാഇന്റെയും ഖദറിന്റെയും അവന്റെ ഹിക്മത്തിന്റെയും അറിവിന്റെയും അടിസ്ഥാനത്തിലാണ് ചിലർക്ക് കുറച്ചു കൊടുക്കുന്നത്, ചിലർക്ക് വിശാലപ്പെടുത്തി കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആർക്കും ആരോടും അസൂയ ഉണ്ടാവരുത്, അള്ളാഹുവിന്റെ ഖദറിൽ നിരാശയുണ്ടാവരുത്. മറിച്ച് അള്ളാഹു എന്താണോ നൽകിയത് അതിൽ തൃപ്തിപ്പെടുക, വിശാലതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ക്ഷമ അവലംബിക്കുക. ഇത്തരത്തിലുള്ള കാര്യങ്ങളും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. അപ്പോൾ അള്ളാഹു അൽ ഖാബിലാണ്, അൽ ബാസിത്താണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ ജീവിതത്തിൽ സംതൃപ്തരായിരിക്കും. അവർ ക്ഷമകേട് കാണിക്കുകയില്ല, അസൂയയോ വെറുപ്പോ വിദ്വേഷമോ വെച്ച് പുലർത്തുകയില്ല. അള്ളാഹു നൽകിയതിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് അവനിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് സങ്കടങ്ങളും വിഷമങ്ങളും അവനോട് മാത്രം പറഞ്ഞുകൊണ്ട് അവർ ജീവിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ, ഒരു മുവഹിദിന്റെ, ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി തീർക്കുന്ന, വളരെ വലിയ ഉൾക്കാഴ്ച നൽകുന്ന 6ഓളം ഇസ്മുകളാണ്, പേരുകളാണ് നാം പഠിച്ചത്. ആ പേരുകൾ ഉൾക്കൊള്ളുന്ന സിഫാത്തുകൾ, അതിന്റെ മഅനയും നമ്മൾ മനസ്സിലാക്കി. അൽ അവ്വൽ വൽ ആഖിർ വൽ ലാഹിർ വൽ ബാത്തിൻ വൽ ഖാബിദ് വൽ ബാസിത്ത്. ഈ 6 നാമങ്ങളുടെ പൊരുളും അർത്ഥവും മനസ്സിലാക്കി ജീവിക്കുക, മുന്നോട്ട് പോവുക, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാമേവരെയും അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദി വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.